അമ്മ ചിന്തിക്കാൻ പാടില്ലാത്തൊക്കെ ചിന്തിക്കുന്നു. എല്ലാവരെയും വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. എന്താ ഡോക്ടർ ഇതൊക്കെ? പ്രകാശ് സാറിനോട് ഞാൻ ചോദിച്ചു. സാറ് ഒഴിഞ്ഞു മാറുക. കുട്ടി വിചാരിക്കുന്ന പോലെ അത്ര ഗൗരവമായ പ്രശ്നങ്ങളൊന്നും. നോ, ഇതിപ്പോ സാർ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാ. പേടിക്കേണ്ട അസുഖങ്ങളൊന്നും അമ്മയ്ക്കില്ലെന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റൂ? നോർമലായി എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത പേഷ്യന്റിനുള്ള മരുന്നുകളാണോ ഇതൊക്കെ? അല്ല, ചോദിച്ചറിഞ്ഞിട്ടാ ഞാൻ വന്നത്. എന്റെ അമ്മയ്ക്ക് മരണത്തെക്കുറിച്ച് അറിയാം. ആ അറിവ് സത്യമാണോന്ന് എനിക്കറിയേണ്ടത്. പ്ലീസ് സാർ, എന്താ യഥാർത്ഥ അവസ്ഥയെന്ന് ഒന്ന് പറയൂ. പറയാം. അച്ഛനമ്മമാരുടെ അസുഖത്തിൽ വേദനിച്ചു നിൽക്കുന്ന സോഫിയോട് അത് പറയുന്നതിനേക്കാൾ പ്രകാശിനോട് ഞാനത് പറഞ്ഞു. ഡോക്ടർ വിജയകൃഷ്ണനുമായി ഞാൻ വളരെ സീരിയസ് ആയി ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പവർഫുള്ളായ ഒരു റിസൾട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓപ്പറേഷൻ നടത്താനാവും. ഡോക്ടർ, എത്ര സൗകര്യങ്ങളിലേക്ക് വേണമെങ്കിലും അമ്മയെ കൊണ്ടുപോവാം. ഒരപകടവും സംഭവിക്കാതെ അമ്മ പഴയ അവസ്ഥയിൽ ഞങ്ങൾക്ക് വേണം. വിശ്വാസം തന്നെയാണ് അതിനുള്ള മാർഗം. ഒരു പോസിബിലിറ്റി കണ്ടെത്താൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ മാനസികമായി അതിന് തയ്യാറെടുക്കുക. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സത്യം യമുനയ്ക്ക് തന്റെ അവസ്ഥ അറിയാമെന്നുള്ളതാണ്. അത് അങ്ങനെ സംഭവിച്ചുപോയി. ഇനി ചെയ്യാവുന്നത് യമുനയ്ക്ക് മുൻപിൽ അതറിഞ്ഞതായി സോഫി ഭാവിക്കാതിരിക്കുക. തന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമെന്ന് തോന്നിയാൽ വേറെ എന്തെങ്കിലും കടുത്ത തീരുമാനങ്ങൾക്ക് യമുനയുടെ മനസ്സ് തയ്യാറായെന്ന് വരും. അത് സംഭവിക്കരുത്. ഇല്ല, ഒന്നും അറിയാത്ത പോലെ ഞാൻ പിടിച്ചു നിന്നോളാം. എന്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കരുത്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അതിനുവേണ്ടി ചിന്തിക്കുന്നു. എല്ലാത്തിനും ഒടുവിൽ ഒരു കൃത്യമായ ഉത്തരവുണ്ടാവും. അത് നല്ലതാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഒട്ടും വിഷമിപ്പിക്കരുത് അവരെ ആരും. എന്താ താൻ തിരിച്ചു പോകുന്നത്? ഞാൻ പറയുന്നത് നുണയാണെന്ന് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ? ഇത്ര പെട്ടെന്ന് എവിടുന്ന? വഴിയരികിൽ തെളിവുകളുമായി ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. ഇങ്ങനെയൊക്കെ സംശയിച്ച എനിക്ക് ഭ്രാന്ത് തന്നെ അല്ല സാർ? ആർക്കും മനസ്സിലാകാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അമ്മ സ്നേഹിക്കുക എല്ലാവരെയും. അമ്മ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ?